പിണറായി വിജയൻ്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ് ഈ മൃഗയാ വിനോദം രാജാക്കന്മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൃഗയാ വിനോദമായിരുന്നു. ആരെങ്കിലും പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ അപ്പം തന്നെ അവനെ പിടിച്ച് ജയിലിലടയ്ക്കുക, മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക, അവൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുക, അവിടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് പോവുക, പൊതിഞ്ഞിട്ടിക്കൊണ്ട് പോവുക. ഇതൊക്കെയായിരുന്നു അതായത് ഒരു എന്താ പറയുന്നത്, ഒരു ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണാധികാരി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടി വന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ കയറാൻ വന്നപ്പോഴും ജനങ്ങൾ പറഞ്ഞത് യുവമാർക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യത എന്നാണ് ഇതിന് ഇരവാദം ഉന്നയിക്കാൻ. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല, ഏതാണ്ട് അതേ മോഡലിൽ ഈ കേരള പോലീസ് VD സതീശനെ നാണം കെടുത്താനുള്ള ഒരു പോക്കാണ് പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി. പല തരത്തിലും അവർ ശ്രമം നടത്തിയിരുന്നു. VD സതീശൻ പോകുന്ന വഴിയെല്ലാം അടച്ചു വെച്ച് അവിടെയെല്ലാം വലിയ തോതിൽ പോലീസ് സംഘത്തിന് നിയോഗിച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പൈലറ്റ് മതി, നിങ്ങൾക്ക് എസ്കോർട്ട് വേണ്ട, എനിക്ക് കുറേ വാഹനങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഇവർ ചെവിക്കൊള്ളുന്നില്ല, ഇതൊന്നും തന്നെ അവർ എന്താ പറയുന്നത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇത് പിണറായി ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ഈ ആശാമാരെല്ലാം കൂടെ ഉപദേശിച്ചു കൊടുത്താണ്, അജിത് കുമാറിലും കൂടെ ഉപദേശിച്ചാണ് പിണറായി 40 വണ്ടിയായിട്ട് യാത്ര ഈ പരുവത്തിലാക്കിയത്. ഇപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ ഒരു PDP പ്രവർത്തകൻ അഹമ്മദ് കബീർ, അയാൾ PD സതീശനെതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് എന്താ, ഇവിടെ കറണ്ട് ഇല്ല, എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഈ കിടന്നുറങ്ങാൻ. ആലപ്പുഴയിലെ കാര്യം നമുക്കറിയാമല്ലോ, അവിടെ വലിയ ഈ കൊതുക് ശല്യമുള്ള വലിയ കൊതുക് ശല്യമാണ്. ഞാൻ ഇടയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ സന്ധ്യ ആയതേ ഉള്ളൂ, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ കൊതുക് വന്നങ്ങ് പൊതിയാണ് നമ്മൾ. അപ്പോൾ ഈ മനുഷ്യൻ താമസിക്കുന്ന ഒരു തോട്ടിൻ്റെ കരയിൽ അങ്ങോട്ടോ മറ്റാണ്. അപ്പോൾ അവിടെ അയാൾ പറയുന്നത് കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട്, പിഞ്ചു കുഞ്ഞൊക്കെ ഉണ്ട്, രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അയാൾ എണീറ്റിരുന്ന് അയാളുടെ അവസ്ഥ അയാൾ വിവരിക്കുകയായിരുന്നു. അയാളത് പറഞ്ഞു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇതെല്ലാം അറിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂക്കി എന്ന വാക്ക് മാത്രമേ അതിൽ പറഞ്ഞുള്ളൂ, അത് അസഭ്യമല്ല അല്ല. അപ്പോൾ അതിനെയാണ് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഇവർ പിടിച്ചുകൊണ്ട് പോവാണ്. അയാളെ വിളിച്ചു വരുത്തുന്നു, അയാളുടെ ഫോൺ പിടിക്കുന്നു. ഇത് വാർത്തയായ സമയം എന്ത് ചെയ്യുന്നു, ഫോൺ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അയാളെ വിളിച്ച് ഫോൺ പിടിച്ച് അവിടെ വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് സംഭവം. ഒരു കേസിൽ പ്രതിയല്ല, അയാളൊരു കേസിൽ പ്രതിയല്ല, അല്ല വെറുതെ വഴിയെ പോകുന്ന ഒരാളെ പിടിച്ചു വരുത്തിയിട്ട് അയാളുടെ ഫോൺ പിടിച്ചു വെക്കും. എന്നിട്ട് ഇയാളുടെ ഫോൺ തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ചാനലുകൾക്ക് വന്ന് അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ തന്നെ അയാൾ പറയുന്നു, ഇത് ഒരു കാരണമല്ല, ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടേ, ഞാനിത് പൂക്കി എന്നൊന്ന് പറഞ്ഞു പോയി, അതാണ് കാര്യം, അസഭ്യമല്ല എന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ വീണ്ടും ഈ ചാനലുകൾ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വിളിച്ചോളൂ. DYSP നോക്കിയില്ല, DYSP നോക്കി അത് നോക്കിയിട്ട് തരാം. ഒരു കാരണവശാലും ഒരാളുടെ മൊബൈൽ ഫോൺ അത് അയാളുടെ സ്വകാര്യതയാണ്. അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, അയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ആ ഫോണിലൂടെ അയാൾ ഗുരുതരമായ ഭീഷണി മുഴക്കുക, അങ്ങനെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ, ഗൂഢാലോചനകൾ നടത്തുക, ഇങ്ങനെ അതും ഏതെങ്കിലും കേസിൽ പ്രതിയാകുമ്പോൾ മാത്രം. ഇത് ഒരു കേസും രജിസ്റ്റർ ചെയ്യാതെ വീട്ടിൽ കിടന്നിറങ്ങിയിരുന്ന ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ മൊബൈൽ ഫോൺ ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരിക പറയാൻ പറ്റിയ ആൾ വിശാഖൻ തന്നെയാണ്. മൊബൈൽ ഫോൺ പിടിച്ചോണ്ട് കഥയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അതായത് ഇതിനകത്ത് VD സതീശൻ അറിഞ്ഞ കാര്യമല്ല, ഇത് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിന് അങ്ങ് നൊന്തു, കോൺഗ്രസ് നേതാവ്. ഉടനെ കോൺഗ്രസ് നേതാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി എഴുതി കൊടുത്ത് പറഞ്ഞു, തൂക്കിയെടുത്ത് അവനെ അകത്തിട്ട്. ഉടനെ പോലീസുകാർ ഇവനെ തൂക്കാൻ പോകുന്നു. ഈ നാട്ടിൽ വേറെ ഇഷ്ടം പോലെ കാര്യമുണ്ട്. എത്രയോ സ്ത്രീകൾ തങ്ങളെ ഫേസ്ബുക്കിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ്, എന്തിനാ നമ്മൾ പറയുന്നത്, ഈ അൻസിബ ഹസൻ ഇപ്പോൾ തേരാപ്പാര ഓടുകയാണ് ഒരു കേസെടുപ്പിക്കാൻ വേണ്ടി. അവരെ ഫേസ്ബുക്കിൽ അപമാനിച്ചു. ഇവരുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞു, ഇത് അപകീർത്തിയാണ്, നിങ്ങൾ കോടതിയിൽ സമീപിക്കുന്നു. ഉടനെ ഇവർ CMB ഇടാൻ പോയി, കോടതി തള്ളി. കാരണം പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ പോലീസ് പറയുമല്ലോ ഇത് അപകീർത്തി കേസിൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, വേണമെങ്കിൽ ഇവർക്ക് കേസെടുക്കാം, വകുപ്പിട്ട് കേസെടുക്കാം. പക്ഷേ അതിന് ആരിടപെടണമെന്നറിയാമോ, ഈ സർക്കാർ ഇടപെടണം. ഇവർ 2 രീതി എടുക്കാം. ഒന്ന്, അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ കേസെടുക്കുക. ഇപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ കേസിലാണ് രാജൻ ജോസഫ് അകത്ത് കിടക്കുന്നത്. ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും അയാൾ അകത്താണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു തവണ അയാൾ ആ രീതിയിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു, അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. പക്ഷേ സെയിം കുറ്റകൃത്യം അന്ന് വൈകിട്ട് തന്നെ അയാൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെയാണ് അയാളെ പിടിച്ച് അകത്തിടുന്നത്.
ഇവിടെ എന്താണ് ഈ ഫേസ്ബുക്കിലൂടെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. മാനനഷ്ട കേസല്ല, വേറെ ഒരു കാര്യം ഇതിനകത്തില്ല. ഇത് ഫോണൊന്നും പിടിക്കാനൊന്നും ഇവർക്ക് അധികാരമില്ല. പക്ഷേ ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം ഫോൺ പിടിക്കുകയും ചിലർ കൊടുക്കുന്ന പരാതിയിൽ മാത്രം നടപടി ഉണ്ടാവുകയും ചിലർ കൊടുക്കുന്ന പരാതിയിൽ ആ പരാതി പാടെ അവഗണിച്ചിട്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുമെന്ന് പറയുകയും ചെയ്യുന്നിടത്ത് ഇരട്ടത്താപ്പാണ്. ഇത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പിണറായി വിജയൻ്റെ ഭരണകാലത്താണ്. പിണറായി വിജയൻ്റെ പോലീസ് ഇപ്പോഴും പിണറായി പോലീസ് തന്നെയാണ് ഇവിടെ തുടരുന്നത്. നമ്മളെ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ നമ്മൾ ചൂണ്ടിക്കാട്ടുള്ള കാര്യമാണ്. അത് ഏതാണ്ട് ഒന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം ഈ ഇതിൻ്റെ എല്ലാം കുറ്റാവസാനം പഴി ചെന്ന് ചേരുന്നത് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞതിന് വാക്ക് മാറി നടക്കുന്നു, ഇവർ തന്നെ പോസ്റ്റ് ഇടും, ഇടതുപക്ഷ ഗ്രൂപ്പുകൾ തന്നെ പോസ്റ്റ് ഇടും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം നീക്കങ്ങൾ വരുമ്പോൾ നേരത്തെ പോലീസിന് നിർദ്ദേശം കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളിത് പരിശോധിക്കുക, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവരം അറിയിച്ച് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതിനകത്ത് എന്താണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ മുഖ്യമന്ത്രിയോട് പറയുന്നു എനിക്ക് കറണ്ട് കട്ടാണെന്ന് പറയും. ഇതിൻ്റെ പേരിൽ ഒക്കെ ഒരാളെ പിടിച്ച് അയാളുടെ ഫോൺ പിടിച്ച്, അത് കേസ് പോലും എടുക്കാതെ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അയാളുടെ ഫോൺ പിടിച്ചുകൊണ്ട് പോകാൻ മുഖ്യമന്ത്രി തെറി വിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലേ. പൂക്കി എന്നുള്ള വാക്ക് നമ്മൾ മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വധഭീഷണിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തട്ടും എന്ന് വധഭീഷണി മുഴക്കുന്നു, അല്ലെ ഞാൻ ക്ലിഫ് ഹൗസിന് തീ വെക്കും എന്ന് ഭീഷണി മുഴക്കും. ഇതാണെങ്കിൽ പോലും ഒരു പെറ്റി കേസേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവിടെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ഫോൺ എടുത്തുകൊണ്ടങ്ങ് പോവല്ല ഉടനെ ചെയ്യേണ്ട. ഇതെന്താണ്, ഇവ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണി മുഴക്കും. അവരുടെ പശ്ചാത്തലം വരച്ചു ഇവർ വെള്ളം അടിച്ചിട്ടാ ശരി, ഒരു പെറ്റി കേസ് എടുത്ത് അങ്ങ് വിടും. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചില വ്യക്തികളുടെ വിഷയം വരുമ്പോൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പറഞ്ഞാണ് പിന്നെ അവർ തള്ളുന്നത്. അതെ അത് കഴിഞ്ഞ തവണത്തെ ഓർക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരു വകുപ്പിടും, കലാപാഹ്വാനം. അതാണ് എല്ലാത്തും കലാപാഹ്വാനം അങ്ങോട്ട് എഴുതി. അതെന്താണ്, ഇപ്പം നമ്മൾ പിണറായി വിജയനെതിരെ പോസ്റ്റ് ഇട്ടാൽ കലാപാഹ്വാനമാവും, മനസ്സിലാവും. ഇപ്പം ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരിയെക്കുറിച്ച് നമ്മളൊരു വാർത്ത ചെയ്താൽ ഉടനെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞ് ഇവർ കേസെടുക്കും. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കെതിരെ ഇങ്ങനൊരു പരാതി ഇവർ തന്നെ കൊടുപ്പിച്ചിട്ട് അവർ കേസെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇപ്പം എൻ്റെ ഫോൺ കൊണ്ടുപോയ കഥ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. എൻ്റെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ഒരു കാരണവുമില്ല, ഈ പറഞ്ഞത് സെയിമാ. എന്താണ് ഇപ്പം ഈ പറഞ്ഞ അഹമ്മദ് കബീർ എന്ന് പറയുന്ന ആൾക്ക് പറ്റിയതിൻ്റെ സെയിമാണ് എൻ്റെത്. അഹമ്മദ് കബീർ പിന്നെ ഒരു പോസ്റ്റെങ്കിലും ഇട്ടെന്ന് പറയും. ഞാൻ ഇതൊന്നും ഇട്ടില്ല, വീട്ടിൽ കിടന്നുറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു നിങ്ങൾ ഷാജൻ സ്കറിയെ ഒളിപ്പിച്ചിരിക്കുന്നു. ശരി, ഞങ്ങൾ പരിശോധിക്കാമെന്നാണ്. സെർച്ച് വാറന്റ് ഉണ്ട്, ഓക്കെ നിങ്ങൾ പരിശോധിക്കാം, നമുക്ക് തടയാൻ പറ്റത്തില്ല. എന്താണ് അവർ സംശയത്തിൻ്റെ പുറത്തുനിന്ന് നിങ്ങളുടെ സുഹൃത്തായ അത് ആ നിയമം അനുസരിക്കും നമ്മൾ. പക്ഷേ അതിന് എൻ്റെ ഫോണുമായിട്ട് എന്താണ് ബന്ധം? അവിടെയാണ് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ഹൈക്കോടതി ചോദിച്ചത്, ഒരു കുറ്റവാളി അല്ലാത്ത ഒരാളുടെ ഫോൺ, ഒരു കേസിലും കുറ്റവാളി അല്ലാത്ത ഒരാളുടെ ഫോൺ എങ്ങനെ കസ്റ്റഡിയിലെടുത്തു? അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. എന്ത് അന്വേഷണം എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ ഒരു അന്വേഷണമില്ല. അപ്പം ഞങ്ങൾക്കിത് വേണ്ട. അപ്പോൾ പിന്നെ എന്തായിരുന്നു കാര്യം? ചിലരുടെ പകപോക്കലായിരുന്നു. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ താറടിക്കാനും നിങ്ങളെ താഴ്ത്തിക്കെട്ടാനും നിങ്ങളെ ഉയർത്തിക്കെട്ടാനും വേണ്ടി ഇവിടുത്തെ പോലീസ് സേന തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും പാർട്ടി സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നടപടിക്കുകയും ചെയ്യണം. അതുപോലെ പാർട്ടി പ്രവർത്തകരോട് പറയുക, ചുമ്മാ തൊട്ടാനും പിടിച്ചാനും എല്ലാം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കാതിരിക്കുക. കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം കേസ് കൊടുക്കുക. ഈ കേസ് കൊടുത്താൽ ഇത് ഇപ്പം ഈ പറയുന്ന ആളെ ഇനി കേസ് എടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ഇയാളെ പിന്നെ കോടതിയിലോട്ട് കൊണ്ടുവന്നാൽ കോടതി ജാമ്യത്തിൽ വിടത്തേ ഉള്ളൂ. അപ്പോൾ കോടതി ചോദിക്കും ഇതിനകത്ത് എന്താ കാര്യമെന്ന് ചോദിക്കും. അല്ല, മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, AK ആന്റണി 2001 മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം വെച്ചിരുന്നു, പാർട്ടി നേതാക്കന്മാർ ഈ പേരമ്പതി കഥലോട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ഭരിക്കാൻ പോകരുത്, ഒരുത്തനും അങ്ങോട്ട് കയറ്റണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഗുണവും ദോഷവും ഉണ്ടായപ്പോൾ കോഴിക്കോട് DC പ്രസിഡന്റ് വീരാൻകുട്ടിയൊക്കെ വീട്ടിൽ ചെന്ന് പോലീസ് പിടിച്ചോണ്ട് പോയി, വലിച്ചു കയറി, അത് പ്രശ്നമായി. പക്ഷേ എങ്കിൽ പോലും നേതാക്കന്മാർ വന്നോട്ടെ, ന്യായമായ കാര്യത്തിൽ മാത്രം നിങ്ങൾ അവിടെ പോകുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ പോയി ആലോചിച്ച് നിങ്ങൾ DC പ്രസിഡന്റോടോ മറ്റോ ആലോചിച്ചിട്ട് പോയി ചെയ്യാൻ പറയണം. അതുപോലെ രാവിലെ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ ഇറങ്ങി പരാതി എഴുതിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, പോലീസുകാരൻ ചാടി എണീറ്റ് അപ്പോൾ തന്നെ ഇതൊരു അവസരം, VD സതീശനെ അവമാനിക്കാൻ നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ചെന്ന് ഈ മനുഷ്യൻ്റെ പിടിച്ചോണ്ട് വന്ന് അയാളെ മൊബൈൽ ഫോൺ പിടിച്ചു പറിക്കുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങേറ്റം വൃത്തികേടാണ്. ഇത് നിങ്ങളും പിണറായി സർക്കാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ജനങ്ങളെ കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കമായിരിക്കും ഈ പോലീസിലെ ചില ഒരു വിഭാഗം നടത്തുന്നത്. ഇതിനെതിരെ കർശന നടപടി തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കണം.